ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ബാഹുബലി എന്ന് പേരിട്ട് വിളിക്കുന്ന ISROയുടെ LVM-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ മറ്റ് കൂടുതൽ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അജയ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാജ്യസുരക്ഷയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിത്രങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അല്ലേ? എന്തായാലും വിക്ഷേപണം അത് വിജയകരമായി പൂർത്തിയാവട്ടെ. അജയ്, കേൾക്കാമോ? ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിക്ഷേപണം ഇന്ന് നടക്കും. വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. ബാഹുബലി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ISROയുടെ LVM-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. അജയ് സുധാ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, രാജ്യസുരക്ഷയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ മറ്റ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളോ ഇതുവരെ സ്പേസ് സെന്ററിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും വിക്ഷേപണം പൂർണ്ണ വിജയമാവട്ടെ അല്ലേ? അതെ ഭവ്യ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ദൗത്യമാണ് ഇന്ന് വൈകിട്ട് 5:26 നടക്കാൻ പോകുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഒരു വിക്ഷേപണ സ്ഥലം, വിക്ഷേപണ സ്പേസ് നമ്പർ 2 നിന്ന് ഇന്ന് വൈകിട്ട് 5:26 തന്നെ ഈ റോക്കറ്റ് പറന്നുയരും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ISRO എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായിട്ടാണ് വിവരം നൽകിയിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സേന ഇതിനു മുൻപേ ആശ്രയിച്ചിരുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് GSAT-7 രുക്മിണി ആയിരുന്നു. അപ്പോൾ ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. ഇതെന്ന് പറയുന്നത് GSAT-നേക്കാൾ കൂടുതൽ ഒരു ശേഷിയുള്ളതും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതുമായിട്ടുള്ള ഉപഗ്രഹമാണ് ഇത്. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നമ്മുടെ കപ്പലുകൾ, അതുപോലെ തന്നെ അന്തർവാഹിനികൾ, അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ കരസേനയ്ക്കാണെങ്കിലും അവർക്കെല്ലാം ഒരുപാട് ഉപയോഗപ്പെടുന്ന ഉപഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യ വളരെയധികം പ്രധാനമാണ്. അതിനെ ആശ്രയിച്ചുള്ള യുദ്ധങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പോരാട്ടങ്ങൾ അത് തീർച്ചയായിട്ടും നിർണായകമാണ് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു അപ്ഗ്രേഡ് തന്നെയാണ് ഈ ഉപഗ്രഹം എന്ന് പറയുന്നത്. CMS-03 എന്നാണ് ഈ ഉപഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. ഏതാണ്ട് 4400 കിലോഗ്രാം ഭാരമുള്ള വളരെ ഭീമൻ ഉപഗ്രഹമാണ്. ഇത്രയധികം വെയിറ്റുള്ള ഈ 4000 കിലോഗ്രാമിന് മുകളിലുള്ള ഒരു ഉപഗ്രഹം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് വിക്ഷേപണം നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇന്ന് നടക്കാൻ പോകുന്ന വിക്ഷേപണത്തിനുണ്ട്. ഇതിനു മുൻപേ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള GSAT-11 ഒക്കെ ഇതിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. എന്നാൽ അത് നമ്മൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ബേസിൽ നിന്നായിരുന്നു. ഫ്രാൻസിൽ നിന്ന് അവരുടെ പ്രത്യേക റോക്കറ്റിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്. എന്നാൽ ഇത് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതമായിട്ടുള്ള റോക്കറ്റാണ്. LVM-3 M5 എന്ന് പറയുന്ന റോക്കറ്റ്. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റാണ്. ഇത്രയധികം വെയിറ്റ് വഹിക്കാൻ ശേഷിയുള്ളതിനാൽ ഇതിന് ബാഹുബലി എന്നൊരു പേരും കൂടി ഈ റോക്കറ്റിനുണ്ട്. ഇപ്പോൾ ഈ 4000 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. എന്നാൽ 8000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു പടുകൂറ്റൻ റോക്കറ്റ് തന്നെയാണിത്. എന്നാൽ ഇതിൻ്റെ ചിത്രങ്ങളോ മറ്റ് വിശദാംശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് വിക്ഷേപണത്തിന് ശേഷം ഈ ഉപഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, സാങ്കേതിക വിദ്യകൾ, ഇപ്പോൾ ഈ GSAT-7 രുക്മിണിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.